ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം മച്ചാന്മാരെ, നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ നമ്മുടെ ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഞാൻ രാവിലെ ഇതുകൊണ്ട് വിറകൊക്കെ ആയിട്ട് പോവുക. വിറക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ റോഡെല്ലാം പൊളിഞ്ഞു കിടക്കും. ഇത് കണ്ടോ. ഇനി പോകുന്ന വഴിക്ക് കുറേ സാധനങ്ങളൂടെ വാങ്ങണം. രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ. കേട്ടോ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പണിക്കാരാണ്. അപ്പോൾ അവർ പറപ്പിച്ച് പോകും. നമ്മൾ മാറ്റിയൊക്കെ കൊടുത്തില്ല, നമ്മളെ ഇടിച്ചു തെറിപ്പിക്കും. അവർ ഭയങ്കര സ്പീഡാണ്. ഇതുകൊണ്ട് ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിക്കാരാണ്. ഏലത്തിന് പണിയാൻ പോകുന്ന നമ്മളിത് ഈ കടയിൽ നിന്ന് രാവിലെ ഒരു 3 കവർ പാല് വാങ്ങണം. ചേട്ടായി പാല് കവർ. മച്ചാന്മാരെ, രാവിലെ അങ്ങനെ നമ്മൾ പാല്, വിറക്, ഈ ഐറ്റംസ് എല്ലാം കൊണ്ടുപോവാണ് കേട്ടോ. അപ്പച്ചി വൈകുന്നേരം ചെന്നിട്ട് കുറച്ച് വിറകെല്ലാം വെട്ടിയിടും. അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് ഗ്യാസിൻ്റെ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വിറക്. അപ്പം കപ്പയും ചോറും നമ്മൾ വിറകടുപ്പിലാണ് സെറ്റ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഗ്യാസിലാകുമ്പോഴത്തേക്ക് ഒത്തിരി പൈസ ആവുക. നമ്മൾ പകുതിയും ഗ്യാസിലാണ് കേട്ടോ. ഫുള്ളും മഞ്ഞാണ്. ആ സൈഡെല്ലാം മഞ്ഞ് കേട്ടോ. ഭയങ്കര തണുപ്പുണ്ട്. പിന്നെ ആ മലയിലൊക്കെ മഞ്ഞ് കയറി വരുന്നുണ്ടോ. പക്ഷെ ഭയങ്കര വൈബാണ്. ഇനിയിപ്പോൾ പോയി നമ്മൾ ഇറച്ചി വാങ്ങണം, മീൻ വാങ്ങണം. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കടയുടെ അടുത്ത് എത്താറായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടുട്ടുമോൻസിലേക്ക് എത്താൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ടുട്ടുമോൻസിലേക്ക് എത്തുന്നതായിരിക്കും. ഇത് എത്തി കണ്ടോ. അപ്പോൾ നമ്മുടെ പൊറോട്ട മാസ്റ്റർ മനുസാർ വന്നിട്ടുണ്ട്. അവനവിടെ പൊറോട്ട അടിക്കുന്നുണ്ട്. അവൻ്റെ ഓട്ടോറിക്ഷ അത് അകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വിശാലമായ പാർക്കിംഗ് ഏരിയ കണ്ടോ. കയറിയിട്ട് കാണാം. ഇല്ല ഞാൻ തലയും കുത്തി കിടക്കും. ഇതുമായിട്ട് കയറണമെങ്കിൽ ഇച്ചിരി പാടാതെ അവിടോട്ട്. വച്ചാമാരെ, അടുത്ത പരിപാടിക്ക് പോവാണ് കേട്ടോ. ഇനി ഇറച്ചി വാങ്ങണം, മീൻ വാങ്ങണം, പിന്നെ ചിക്കൻ വാങ്ങണം. അപ്പോൾ ചിക്കൻ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, കട തുറക്കത്തുള്ളൂ. അപ്പം നമ്മൾ പോയി ബീഫ് വാങ്ങുക, മീനിനുള്ള ഓർഡർ കൊടുത്തിട്ട് അവർ വെട്ടിവെക്കും. അത് കഴിഞ്ഞ് പിന്നെ പോയി നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പവും കൂടെ എടുക്കാൻ പോകണം കേട്ടോ. അപ്പം ഇടിയപ്പം നമ്മൾ ഒരു കടയിൽ നിന്നാണ് വാങ്ങുന്നത്. അല്ല, കടയിൽ നിന്നല്ല, ഒരു വീട്ടിൽ നിന്നാണ് വാങ്ങുന്നത്. എൻ്റെ കോലം കണ്ടോ നിങ്ങൾ. സത്യം പറഞ്ഞാൽ ഒന്ന് മുടി വെട്ടാൻ പോലുമുള്ള ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇടയ്ക്ക് സമയം കണ്ടെത്തി പോയി മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റാകണം. അല്ല ശരിയാകത്തില്ല, കോലം കിട്ടും. അപ്പം ഞങ്ങളുടെ രാവിലത്തെ തൂക്കുപാലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് മൊത്തം പൊളിഞ്ഞ് കിടക്കുന്ന കാരണം എനിക്കതിൽ ഈ വണ്ടിയും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ എന്നാ ബായ്. ഇതാണ് ഞങ്ങളുടെ റോഡ് കണ്ടോ. ഇവിടുന്ന് നമ്മൾ ഇറച്ചി വാങ്ങുന്ന കേട്ടോ. യൂസുവണ്ണൻ്റെ കടയിൽ നിന്ന് ഫ്രഷ് ഇറച്ചി വാങ്ങിച്ചു. ഇവിടുന്ന് കപ്പ വാങ്ങുന്ന കേട്ടോ. നമ്മൾ കപ്പ വാങ്ങിച്ചു. 20 കിലോ കപ്പയും ബീഫുമാണ് ഈ ഇരിക്കുന്നത്. ഇനി നമ്മൾ നേരെ കടയിലേക്ക് വണ്ടി തേ പോകുന്നു കേട്ടോ. ഓച്ചേറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഫ്രാഞ്ചൈസിയുടെ കട്ടൗട്ടർ കൊണ്ടുവന്ന് ദേവന്മാർ ഇന്നലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ബോച്ചെത്തി ഫ്രാഞ്ചൈസി എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. ബോച്ചെ പാർട്ട്ണർ. അപ്പം ടുട്ടുമോനും ബോച്ചയും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട് കണ്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ലുലു മാളിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നതാണ്. അത് കാശ് മുടക്കി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തത്. രാവിലെ നമ്മുടെ ഹോട്ടലിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാം ഇതെല്ലാം തറയെല്ലാം ക്ലീൻ ചെയ്ത് മേശയെല്ലാം തുടച്ച് വൃത്തിയാക്കി നല്ല സെറ്റായിട്ട് വേണം കട ഓപ്പൺ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ചുമ്മാ തുറന്നു വെച്ചെന്നേ ഉള്ളൂ. സമയം തുറക്കേണ്ട സമയം 7:30 to
10 മണി വരെയാണ് കേട്ടോ. മച്ചാൻ രാവിലെ പൊറോട്ട അടിയാണ് കണ്ടോ. രാവിലെ വരും, ഒരു 6:30 ആകുമ്പോൾ വരും. എന്നിട്ട് മാവെല്ലാം കുഴച്ച് സെറ്റാക്കി വെക്കുമ്പോൾ നമുക്കൊരു 7:00 നമുക്കെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പപ്പ കപ്പ വേവിക്കുന്നുണ്ട്. പപ്പായെക്കുറിച്ച് എല്ലാവരും തിരക്കുന്നുണ്ട് കേട്ടോ. പപ്പ പിന്നാമ്പുറത്ത് ഉണ്ട്. ഇതിൻ്റെ എല്ലാം മേൽനോട്ടും പപ്പയാണ്. അപ്പോൾ കപ്പ പുളി വീടുകയല്ല പരിപാടികളാണ്. കണ്ണ് ചൊറിഞ്ഞിട്ട് വയ്യ. ഷെഫ് നടന്നു വന്നുണ്ടോ. ഇതാണ് നമ്മുടെ ഷെഫ് കേട്ടോ. പുള്ളിയെ മുഖം കാണിക്കാൻ പുള്ളിക്ക് പേടിയാണ്, നാണമാണ്. അത് കാരണം മുഖം കാണിക്കുന്നില്ല. ഒരു കട്ടൻ കാപ്പി കുടിച്ചേക്കാം കണ്ടോ. സെറ്റ് സാധനം. നല്ല ചക്കാപ്പി. തേയിലപ്പൊടി മൊത്തം ഉണ്ടാക്കി പോയല്ലോ. ഇതാണ് നമ്മുടെ കുക്ക്. ഷായ് ചേട്ടാ, ഷായ് ചേട്ടാ ഇങ്ങോട്ട് നോക്കി. ഇതാണ് ഷായ് ചേട്ടൻ കേട്ടോ. പുള്ളി എന്നെ പിടിക്കുന്ന നാണമാണെന്നാ പറയുന്നത്. മമ്മൂട്ടിയെ പോലല്ല ഇരിക്കുന്നത്. നിങ്ങൾ പറ. പുള്ളിക്ക് നാണമാ വീഡിയോക്കകത്ത് വരെ. എല്ലാ ആൾക്കാരും ചോദിക്കും ഇവിടുത്തെ ഷെഫിൻ്റെ ഫോട്ടോയെങ്കിലും ഒന്ന് കാണിക്കാൻ. മീൻ മേടിക്കാൻ വന്ന കേട്ടോ. നമ്മൾ തൂക്കാലത്തുനിന്ന് ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഓണറാണ് പുള്ളി കണ്ടോ. ഇവിടുന്ന് മീനും കൂടെ മേടിച്ചോണ്ടാ പോവാം. കുറച്ച് തിരക്കെല്ലാം കഴിഞ്ഞു. ഞാൻ കാപ്പി കുടിക്കട്ടെ കേട്ടോ. രാവിലെ പൊറോട്ട കഴിക്കാനായിട്ട് ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ആൾക്കാർ വരും. പലപ്പോഴും എഴുന്നേറ്റ് ഇവിടുന്ന് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു 4 സീറ്റല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും എഴുന്നേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് പിന്നെയാണെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച്. അപ്പോൾ അതിൻ്റെ ചൂട് പൊറോട്ട വിത്ത് സാമ്പാർ കണ്ടോ. 2 വിരലിനും ഇങ്ങനെ മുറിച്ചെടുക്കാം പൊറോട്ട. സാമ്പാറിൽ മുക്കി. കൊളസ്ട്രോൾ കൂടുതലാണ് കേട്ടോ. അത് കാരണമാണ് ഞാൻ പിന്നെ കഴിച്ചിട്ട് കാണാം. കുടയും കൂടെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ ആയിട്ട് ഇതുണ്ട് ഇതുപോലെ. അത് നമ്മൾ ബിരിയാണി കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള കുടയാണ് ഇത്. മതിച്ചേട്ടൻ നമ്മുടെ ഒരു റിലേഷനിൽപ്പെട്ട ഒരു ചേട്ടായി തന്നാണ് നമുക്ക് ഈ ഒരു കുട. അപ്പോൾ അതും കൂടെ നമുക്കിവിടെ അടിക്കുവാണെങ്കിൽ അത്യാവശ്യം പിള്ളേരെല്ലാം വന്ന് ഈ വൈബിൻ്റെ കണ്ടോ ഇതിൻ്റെ ചോട്ടി വന്ന് ഇങ്ങനെ ഇരുന്നോളൂ. നല്ല രസമാണ്. പൊളി വൈബാണ്. ബിരിയാണിയൊക്കെ കഴിക്കണേലുമൊക്കെ സൂപ്പർ കേസാണ്. വാ കയറ്. ഒതുക്ക പോയ. കണ്ടോ വലിയ കുടയാണ്. അതിലും വലിയ കുട ഇത് കണ്ടോ. ഇവിടെ സെറ്റ് ചെയ്ത് വരും കാലത്ത് നമുക്ക് ഈ തറയെല്ലാം അതുപോലെ മെറ്റിലിടണം. കണ്ടോ സെറ്റ്. വരെ നമ്മുടെ ഉച്ചയൂണിൻ്റെ സമയമെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത് പൊറോട്ട കപ്പ ബിരിയാണി അല്ലേ, ബിരിയാണി അങ്ങനെ കുറേ ഐറ്റംസാണ് കേട്ടോ. അപ്പം ഒരുവിധം തിരക്കുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അമ്മച്ചി തേണ്ടി വീടുണ്ട് സ്വസ്ഥം ഗൃഹപ്രവേശനം. പിന്നെ അത്യാവശ്യം വിളമ്പിയൊക്കെ കൊടുക്കാനും ഒക്കെ ആയിട്ട് കൂടും കേട്ടോ. സെയിൽ ചായ ഇടാനും പിന്നെ എന്നാ പറയണ്ടേ സപ്ലൈക്കും ഒക്കെ കൂടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റിസ്ക് പരിപാടിയൊന്നുമില്ല അല്ലേ. സമാധാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്. പിന്നെ ദിവസം പോകുന്ന അറിയത്തില്ല. ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ ഇത് ചെയ്തു പോകുന്നത് കൊണ്ടൊരു സന്തോഷമുണ്ട്. പിന്നെ വെയിലും മഴയൊന്നും കൊള്ളണ്ട, അത് തന്നെ ഒരു വലിയ സന്തോഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്. കാരണം നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നു.